നമസ്കാരം. ഈ അടുത്തിടെ ഉണ്ടായ ഒരു ഭീകരമായ സംഭവത്തെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത്. ഇത് ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ അവർ മാത്രം കേൾക്കാനായി പറയുന്നതാണ്. നിങ്ങൾ ദയവായി ഇതിൻ്റെ ലിങ്ക് മറ്റാരോടും പങ്കിടുകയോ ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളോട് പോലും പങ്കിടുകയോ ചെയ്യരുത്. ഇത് വ്യക്തിപരമായി ഞാൻ നിങ്ങളുടെ വിശ്വസനീയത കണക്കിലെടുത്ത് ഏത് സത്യവും ഏതനുഭവവും എനിക്ക് നിങ്ങളോട് പങ്കിടുവാനുള്ള അവകാശമുണ്ട്. അത് ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത നിങ്ങൾക്കുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവൻ അപകടത്തിലായ ഒരു വലിയ യാത്ര ചെയ്യേണ്ടി വന്നു. ഞാൻ ബോംബെയിൽ നിന്ന് വിമാനമാർഗം കോങ്കോയിലിറങ്ങുകയും കോങ്കോയിൽ നിന്ന് എങ്ങനെയോ ഒരു വിമാനത്തിൽ കയറി യാത്ര തുടരുവാൻ നിർബന്ധിതനായി തീരുന്നത്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത്, എനിക്ക് വേറെ എങ്ങും പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ ബലമായി എന്നെ പിടിച്ച് ഒരു ചെറിയ വിമാനം, അതാകപ്പാടെ അങ്ങ് പഴഞ്ചൻ ചെന്ന് ഓരോ ഭാഗവും ഇളങ്ങിപ്പോകുമെന്ന് നമുക്ക് തോന്നും, അത്ര ഒരു വിമാനത്തിൽ എന്നെ കയറ്റി ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പറന്നു കഴിഞ്ഞത്. വിമാനം പറന്ന് വലിയ ഉയരത്തിൽ പറക്കുകയാണ്. അപ്പോൾ ഞാൻ ഏത് സമയവും ഇത് പൊളിഞ്ഞു പോകും, ഇപ്പോൾ എൻ്റെ മരണം സംഭവിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഭയപ്പെട്ടിരുന്നപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. സാധാരണ അവസ്ഥയിൽ പോലും പറക്കാൻ കെൽപ്പില്ലാത്ത ഈ ചെറിയ പഴഞ്ചൻ വിമാനം ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് അതങ്ങ് ഉലഞ്ഞ് തകിടം മറിയുകയാണ്. തലകുത്തി പറക്കുന്നു, പറന്ന് തലകുത്തുന്നു, കുറേ നേരം വാലയിൽ സഞ്ചരിക്കുന്നു, കുറേ നേരം തല കീഴായിട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോൾ ഇതൊരു മലയുടെ മുകളിൽ ഇടിച്ച് വീണു. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. പക്ഷേ അത്ഭുതകരം, വാസ്തവത്തിൽ അതെങ്ങനെ സംഭവിച്ചു എന്നിപ്പോഴും അറിയില്ല. എൻ്റെ ശരീരത്തിൽ അല്പം ചില മുറിവുകൾ അവിടെ ഇവിടെ ഉണ്ടെന്നല്ലാതെ കാര്യമായ ഒരു അപകടവും എനിക്ക് പറ്റിയില്ല. ഇത് മാത്രവുമല്ല, ആ വിമാനം പറപ്പിച്ച പൈലറ്റ് മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പൈലറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അദ്ദേഹം ഈ വിമാനം ഇടിഞ്ഞ് ഇറങ്ങിയ സ്ഥലത്തെ പരിചയമുള്ള ആളാണ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആപ്പാടെ കരയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയെ കാണണം, മക്കളെ കാണണം, പിന്നെ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ കണ്ട് എൻ്റെ പാപം ഏറ്റുപറയണം എന്നൊക്കെ വിചാരിച്ച് നിലവിളിച്ചു, വലിയ വാല അങ്ങ് നിലവിളിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്തിനാടോ ഈ വെറുതെ കിടന്ന് മോങ്ങുന്നത്, എൻ്റെ കൂടെ വാ, നമുക്ക് നമ്മുടെ പുതിയ രാജ്യത്ത് വന്നിരിക്കാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അദ്ദേഹം പോയപ്പം ഒരു വളരെ വിചിത്രമായ ഒരു രാജ്യത്താണ് നമ്മൾ ചെല്ലുന്നത്. അവിടുത്തെ ഭാഷ എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല. അവിടുത്തെ റോഡുകൾ, അവിടുത്തെ നദികൾ, അവിടുത്തെ ഉദ്യാനങ്ങൾ, അവിടുത്തെ കെട്ടിടങ്ങൾ, അവിടുത്തെ ആളുകൾ എല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ കണ്ടാൽ അതിശയിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി ലോകത്തിലുണ്ട് എന്നിട്ട് വിശ്വസിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ കുറേ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് കണ്ടോ, എന്താണ്? ഞാൻ പറഞ്ഞത് എന്താണ്? അത് ഇവിടുത്തെ ദേവാലയമാണ്. അപ്പോൾ ഇവിടെ മതമുണ്ടോ? ഞാൻ പറഞ്ഞെടാ ഭോഷ, മതമില്ലാത്ത രാജ്യമുണ്ടോ? മനുഷ്യരുണ്ടെങ്കിൽ മതമുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മതത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ മതത്തിൻ്റെ പേര് കോക്രാനിറ്റി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഈ ആരാധനാലയം ഒന്ന് കാണാനുള്ള വല്ല മാർഗമുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഇവിടുത്തെ ആളുകൾ അന്യരെന്ന് പറയുന്ന ആളുകളിനകത്ത് കയറ്റാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഓടി രക്ഷപ്പെടാൻ നല്ല കഴിവുണ്ടെങ്കിൽ
നമുക്കൊരു ചാൻസ് എടുക്കാം. ഞാൻ പറഞ്ഞ ജീവൻ പോയാലും സാരമില്ല, ഞാൻ ചെറുപ്പത്തിൽ ഓടി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രായമാണെങ്കിലും ഓടാൻ പോയി, എന്നാലും ഓടിയിട്ടുണ്ട്, ഓടാൻ കഴിയും. അപ്പം എന്നപ്പാ എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഏറ്റവും അതിശയമായിട്ട് നോക്കിയത്, ഈ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ വാതിലുമില്ല, ജനലുമില്ല. അപ്പോൾ ഇതിനകത്ത് ദൈവമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതവിടെ വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? അത് ഞങ്ങളുടെ ഒരു സങ്കല്പമാണ്. ഓ, സന്തോഷം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നടന്നു നിന്നപ്പോൾ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വീട്. ഞാൻ ചോദിച്ചോടാ ഇതെന്താ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ രാജാവിൻ്റെ വീടാണോ അല്ലോ പാർലമെൻറ്റ് മന്ദിരമാണോ, വിസ്ത എന്നൊക്കെ പറയുന്ന പോലെ? ഞാൻ ഇവിടുത്തെ ബിഷപ്പ് എന്നുള്ള വാക്കല്ല അവർ ഉപയോഗിക്കുന്നത്. അവർ ബിഷോപ്പ് എന്നങ്ങാണ്ടാണ് പറയുന്നത്. അതിനൊരു പ്രത്യേക അതിൻ്റെ ശബ്ദമെന്നൊന്നാക്കി വരത്തില്ല. ഏതാണ്ട് ഏകദേശം ബിഷോപ്പ്, ഷൈൻ ലാംഗ്വേജ് ബിഷ്ലോപ്പ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കതുപോലെ ആ ശബ്ദം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് അധരത്തിൽ കൂടെ ആ ശബ്ദം പ്രകടിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ പലതവണ നോക്കി, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നല്ലൊരു കാര്യമാണല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇവിടുത്തെ ബിഷ്ലോപ്പന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ താൻ വരുന്ന രാജ്യത്ത് നിങ്ങളുടെ ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലല്ലേ. ഇവിടുത്തെ ആളുകൾ വളരെ ശാസ്ത്രീയമായിട്ട് മതം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു ബിഷപ്സ് ഇലക്ഷൻ, ഞാൻ ഈ ബിഷപ്പ് എന്ന് പറയുന്ന മറ്റേ വാക്ക് എനിക്ക് പറയാൻ മേത്തതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ശാസ്ത്രീയമായിട്ടാണ് ഞങ്ങളുടെ മത നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ചോദിച്ചത് എൻ്റെ ഒരു ചെറിയൊരു ആശയം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു പദവിയിലേക്ക് മത്സരിക്കാൻ ഒരു 10 പേരെ കണ്ടുപിടിക്കും. ആദ്യം 10 പേര് കുറഞ്ഞത്, അത് 20 വരെ ആകാം. ഞങ്ങളുടെ നിയമം അനുസരിച്ച് 20 തൊട്ട് 10 തൊട്ട് 20 വരെ ആകാം. അപ്പോൾ ഈ ആർക്കൊക്കെ ഇതിനകത്ത് താല്പര്യമുണ്ടോ അവരെ എല്ലാം അങ്ങോട്ട് വരിയായിട്ട് ഇരുത്തിയിട്ട് അവരുടെ കയ്യിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മീറ്റർ ഘടിപ്പിക്കും. അപ്പോൾ മീറ്ററിൻ്റെ ഡയലൊക്കെ എല്ലാവർക്കും കാണാം. എന്നിട്ട് അവരിൽ നിന്ന് ഏകദേശം 10 അടി മാറി, ഇപ്പോൾ 10 പേരിരിക്കുന്നു, അപ്പോൾ 10 അടി മാറി, അപ്പോൾ 20 പേരാണെങ്കിൽ 20 അടി മാറി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മീറ്റർ ഇവിടാണ് വെച്ചിരിക്കുക. അപ്പോൾ അവരിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 10 അടി അല്ല 20 അടി ദൂരത്ത് നിന്ന് ഒരാൾ ഒരു നാണയം, ഇപ്പോൾ 10 രൂപയുടെ, നമുക്കിപ്പോൾ 10 രൂപയുടെ കോയിനുണ്ടല്ലോ, സ്വർണം പോലെയൊക്കെയുള്ള, അവിടെ നാണയം അവിടെ കറൻസിയില്ല, നാണയമേ ഉള്ളൂ. ഇപ്പോൾ വലിയ എത്രയോ ഉള്ള നാണയമുണ്ട്. ഒരു നാണയം ഏതാണ്ട് $1000 ഒക്കെ വിലയുള്ള നാണയമുണ്ട് അവിടെ. അതിലൊരെണ്ണം എടുത്ത് ഇങ്ങനെ ദൂരം കാണിക്കുമ്പോൾ ഈ ഇവിടെയുള്ള ഡയലില്ലേ, അതിനകത്തെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യും. അതിലേറ്റവും കൂടുതൽ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്ന 5 പേരെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ 20 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും അതിൽ 5 പേരെ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിൽ തന്നിൽ ഒന്നിൽ 5 പേർ അല്ലെങ്കിൽ 15 പേര് തട്ടിപ്പോവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാണയം കാണുമ്പോൾ അവരുടെ ഹൃദയത്തുടിപ്പ് എത്ര വലുതാണ് എന്നതുകൊണ്ട് അറിയാം അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ. അങ്ങനെ ഒരിക്കൽ ഇത് ചെയ്ത് ഒരു മീറ്റർ പൊട്ടിപ്പോയി എന്നൊരു കഥയുണ്ട്. അതൊക്കെ അതിശയോക്തിപരമായിട്ട് ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുകൊണ്ട്, എനിക്കറിഞ്ഞുകൂടെ. ഏതായാലും അങ്ങനെ ഒരു കിംവദന്തി അവിടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 മാറി. ഈ 5 പേരെയാണ് പിന്നെ ശരിക്കും പരിശോധിക്കുന്നത്. പിന്നെ അടുത്ത പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ 5 പേരുടെയും മൂത്രം, യൂറിൻ ടെസ്റ്റില്ലേ, അപ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് അവിടുത്തെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കും. കാരണം എന്താണ്, അവരുടെ തിയറി അനുസരിച്ച് അവരുടെ മത നേതാവും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം വേണം. അപ്പോൾ ഈ യൂറിൻ ടെസ്റ്റ് നടത്തുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ 2 മിനിറ്റ്, അതായത് 120 സെക്കൻഡ്, അതാദ്യം രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് നിർത്തി അപ്പോൾ ഒരു വലിയ പർദ്ദ, ഒരു
കർട്ടൻ പോലെ കൊണ്ട് മറച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 പേരിൽ ബാക്കിയുള്ളവരോട് പറയും, നിങ്ങൾ ഇതാ ശ്രദ്ധിച്ചോളണം, ഇനിയും വരാൻ പോകുന്ന വളരെ നിർണായകരമായൊരു ടെസ്റ്റാണ്. അപ്പോൾ കതീഡ്രൽ ഇട്ടിട്ടുണ്ട് ഈ 5 പേരുടെയും. അപ്പോൾ ഇത് തിരശ്ശീല ഒന്ന് മാറ്റുന്നു, സൂക്ഷം 120 സെക്കൻഡ്, അത് 2 മിനിറ്റ് ആകുമ്പോൾ അടച്ചു കളയും. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ 5 പേരുടെയും യൂറിൻ എന്താ പറയുന്നത്, കത്തീറ്ററിൽ കൂടെ വന്നു കഴിയും. അവരറിയാതെ തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുമ്പോൾ നമ്മുടെ ബിഷപ്പിന് തുല്യമായിട്ടുള്ള അവരുടെ നേതാവിന് ഏത് തരത്തിലുള്ള ഭയഭക്തി ബഹുമാനമാണ് വരുന്നത് എന്ന് ആ യൂറിൻ പരിശോധിച്ചാൽ മനസ്സിലാകും. സയൻസാണല്ലോ, സയൻസ് കള്ളം പറയത്തില്ല. അതിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. പൊളിറ്റിക്കോ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഈ ഒരു ദൃശ്യത്തിൽ കൂടെ മാത്രം, സാധാരണ ഒരു സാഹചര്യത്തിലുള്ള യൂറിനിലും അതുണ്ടാവില്ല. പൊളിറ്റിക്കോ ഡയോക്സൈഡ്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള ടെക്നോളജി ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നടത്തിയ ഏറ്റവും നല്ല ലാബിൽ നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആർക്കാണ്, അതിനോരോ മാർക്കുണ്ട്. ഇപ്പോൾ 10ൽ 7, 10ൽ 5, 10ൽ 3, 10ൽ 2 അങ്ങനെ മാർക്കിട്ട് അവിടെ വെച്ചേക്കും. ഈ സ്റ്റേജിൽ ആരെയും ഡിസ്ക്വാളിഫൈ ചെയ്യത്തില്ല. ഓരോ ടെസ്റ്റാണ്. അപ്പോൾ ആ യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞു. അടുത്തായിട്ട് അവർ ചെയ്യുന്നത് ഇവരുടെ എല്ലാം സ്റ്റൂൾ. ഈ സ്റ്റൂളിന് പ്രത്യേകമായിട്ടുള്ളത് ദൃശ്യമൊന്നുമില്ല. അവരെ 5 പേരെയും 24 മണിക്കൂർ ഒരു മുറിയിൽ അടച്ചിടുക. അവർക്ക് ആഹാരമൊന്നും കൊടുക്കത്തില്ല, വെള്ളം പോലും കുടിക്കരുത് നിർബന്ധമാണ്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അവർക്ക് ഓരോരോ ബോട്ടിൽ കൊടുത്തിട്ട് പറയും, നിങ്ങൾ എടുത്തുകൊണ്ട് വാ എന്ന് പറയും. അപ്പോൾ അവർ പോയി എടുത്തുകൊണ്ട് വരും. ചിലർക്ക് ഈ ഒരു വയറ് നിറച്ച് എപ്പോഴും ആഹാരം കഴിച്ചിരിക്കുന്ന ആളുകൾക്ക് പിറ്റേ ദിവസം രാവിലെ ഒന്നും ഉണ്ടാവില്ല, ഫാക്ടറി ഒന്നുമില്ല. അപ്പോൾ അവരാകപ്പാടെ വിഷമിച്ചു പോകും. പക്ഷേ അവർക്ക് അങ്ങനെയുള്ളവർക്ക് 0 മാർക്ക് കിട്ടും. എന്തായാലും കൊണ്ടുവരുന്നവർക്ക് അത് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും ഇവർ എത്രമാത്രം ഈ തിന്നാൻ താല്പര്യമുള്ളവരാണ്. അതിൻ്റെ ഒരു ഉദരപ്രിയർ, ബെല്ലിച്ചേർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഉദരപ്രിയർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ, അപ്പം അവർ പറയുന്നത് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എനിക്ക് അത്ര മനസ്സിലായില്ല. അവർ പറയുന്നത് ഇവരുടെ ഈ എൻസൈം പ്രൊഡക്ഷനില്ലേ, എൻസൈം പ്രൊഡക്ഷൻ അതും അവരുടെ ഈ ഭക്ഷണ കൊതിയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സ്റ്റൂള് പരിശോധിച്ചാൽ, അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഐറിഷ് സാറ്ററിസ്റ്റ് ആയിരുന്ന ജോനതൻ സ്വിഫ്റ്റ് പറയുന്നത്, എ വെരി സ്ട്രേഞ്ച് സയൻസ്, മെഡിക്കൽ സയൻസ് ഈസ് ബിക്കോസ് doctors find the total condition of a human being by examining what comes from the behind. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രാമർ ഇവിടെയുണ്ട്. വാട്ട് കംസ് ഫ്രം ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. വാട്ട് കംസ് ഫ്രം ദ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ പുറകിലൊരു കാറ് വരുന്നു, സോ ഇറ്റ്സ് കമ്മിങ് ഫ്രം ബിഹൈൻഡ് മീ. എന്നാൽ വാട്ട് കംസ് ഫ്രം ദ ബിഹൈൻഡ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ നേരെ നാളുന്ന പരിപാടിയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ അത് ജോനതൻ സ്വിഫ്റ്റ് പറഞ്ഞു. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഡോക്ടേഴ്സ് ആർ വണ്ടർഫുൾ പീപ്പിൾ ബിക്കോസ് ദേ ക്യാൻ ഫൈൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ ഹോൾ ബോഡി ബൈ എക്സാമിനിങ് വാട്ട് കംസ് ഫ്രം ദ ബിഹൈൻഡ്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ മനസ്സിലായല്ലോ, ദ ബിഹൈൻഡ്. അപ്പോൾ അത് ഇവർക്കുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവർക്ക് എത്രമാത്രം ഭക്ഷണപ്രീതിയുണ്ട്. കാരണം ഈ ഭക്ഷണപ്രീതിയും ആത്മീയതയുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിശ്വാസ പ്രമാണം. കാരണം എന്താണ്? ഈ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അപ്പോൾ ദൈവം തരുന്നതിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം വേണം. ബഹുമാനം എങ്ങനെയാണ് കാണിക്കുന്നത്? ഉള്ളിലോട്ടെടുത്തുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ദൈവം തന്നതെല്ലാം നല്ലതാണ് ഞാൻ തെളിയിക്കുന്നത്. ഉള്ളതെല്ലാം വലിച്ചു വാരി തിന്ന്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ വലിയ കച്ചുത്തുറു പോലെ ഇങ്ങനെ വയറ് നിൽക്കുക. അതിന് കുടവയറെന്നല്ല അവർ പറയുന്നത്, അതിനവർ പറയുന്നത് തിരുവയറെന്നാണ്. കാരണം തിരുവയറെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയും ഞാൻ അതിവേത് പറയാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കള്ളുകുടിയന്മാർക്ക് കുടവയറും ഈ വിശുദ്ധന്മാർക്ക് വരുന്ന അതുപോലെയുള്ള അതിനേക്കാൾ വലിയ വയറിന് തിരുവയറും എന്നാണ് അവർ പറയുന്നത്. അത്രമാത്രം വളരെ ആത്മീയതയിലാണ് ഭാഷ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ സ്റ്റൂൾ പരിശോധിച്ചാൽ അറിയാം ഇയാൾ എത്ര നല്ല ഈ കോക്രാനിറ്റിയുടെ അതിവിശുദ്ധനായ നേതാവായി തീരാനുള്ള യോഗ്യതയുണ്ടെന്ന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഈ സ്റ്റൂള് മലം പരിശോധിച്ചിട്ടാണ്. അതിനുള്ള ടെക്നോളജിയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അതിന് ഒരു മാർക്ക് കിട്ടും. അടുത്തായിട്ടൊരു പരിശോധിക്കുന്നത് തൊലിയുടെ പരിശോധനയാണ്. അതിനും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന് 10ൽ 1.5 മാർക്ക് അവർ കൊടുക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 5 പേരെ ഇപ്പോഴുള്ളല്ലോ. അപ്പോൾ അവരെ 5 പേരെ ഇങ്ങനെ നിർത്തിയിട്ട് നിങ്ങൾ ഈ എന്താ പറയുന്ന ഈ ഞുള്ളി എടുക്കാനുള്ളൊരു ഉപകരണമുണ്ട് അവർക്ക്. ഞുള്ളി അതുകൊണ്ട് നമ്മുടെ തൊലി 1 ഇഞ്ചൊക്കെ പോകും. അതൊന്നും ചുമ്മാ നിന്ന് ഉള്ളി ഒരു 5 അതെടുത്തിട്ട് വളരെ നല്ല ശക്തിയോടെ അവരുടെ നിതംബത്തിൻ്റെ പുറകിലൊരു കിരികിരിക്കും. അതിൽ ഒരു പോറലും ഇല്ലാതെ രക്ഷപ്പെടുന്ന ആളിന് ഈ 1.5ൽ 1.5 മാർക്കും കിട്ടും. ചിലരുടെയൊക്കെ തൊലിക്ക് ശകലം പോറൽ വരും. അപ്പോൾ അതനുസരിച്ച് ചിലർക്ക് 1 മാർക്ക് കിട്ടും, ചിലർക്ക് 3/4 മാർക്ക് കിട്ടും, ഇങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ മാർക്കുമായി. പിന്നെ അവസാനമായി ലാസ്റ്റിലെ ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ്. അല്ല, DNA ആണ് നോക്കുന്നത്, മറ്റൊന്നും നോക്കും. ഇപ്പം ഷുഗർ നോക്കത്തില്ല, ക്രിയാറ്റിൻ ലെവൽ നോക്കത്തില്ല, സെറം യൂറിക് ആസിഡ് നോക്കത്തില്ല, അതുപോലെ കൊളസ്ട്രോൾ നോക്കത്തില്ല, ട്രൈഗ്ലിസറൈഡ്സ് ഇങ്ങനെയൊന്നും നോക്കത്തില്ല. ഒരു കാര്യം DNA മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ DNAയും ഇവരിടാൻ പോകുന്ന വസ്ത്രവും തമ്മിൽ വലിയ ഒരു ഗുലാമുണ്ട്. ഈ DNA അറിഞ്ഞിട്ട് വേണം ഇവരുടെ വസ്ത്രം തീരുമാനിക്കാൻ. കാരണം വസ്ത്രമാണ് ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് ഈ DNA ടെസ്റ്റിനാണ് 10ൽ 5 മാർക്ക് ഇവനാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവരെല്ലാം സെലക്ട് ചെയ്ത് ഒരുത്തിനെ അവസാനം സെലക്ട് ചെയ്തിട്ട് അവൻ ഇടേണ്ട വസ്ത്രം അവൻ്റെ ദേഹത്തിടുമ്പോൾ അവന് അലർജിയാന്ന് പറഞ്ഞാൽ പോയി. ഈ നടത്തിയ ക്ലേശം അധ്വാനം മുഴുവൻ പോയി വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരും. അത് വരാതിരിക്കാനാണ് അവസാനമായിട്ട് ഈ DNA ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ അവർക്ക് കൃത്യമായിട്ടറിയാം ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളിന് അദ്ദേഹം ഇടേണ്ട വസ്ത്രം അതൊരു 7 ലെയർ വസ്ത്രമാണ്. കാരണം 7 എന്ന് പറയുന്നത് പരിപൂർണമായ അക്കമാണ്. 7 ആഴ്ചയ്ക്ക് 7 ദിവസം അങ്ങനെയുള്ള. അപ്പം 7 ലെയർ വസ്ത്രം ധരിക്കണം. അത് ഓരോ ലെയറും വ്യത്യസ്തമായ സബ്സ്റ്റൻസാണ്. ഇപ്പം ആദ്യത്തെ ലെയർ ടെറിലിനാണെങ്കിൽ, രണ്ടാമത്തേത് ടെറി കോട്ടൺ ആയിരിക്കും, മൂന്നാമത്തേത് പോളിയസ്റ്റർ ആയിരിക്കും, നാലാമത്തേത് സ്പൺ കോട്ടൺ ആയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനത്തേത് മെറ്റൽ കൊണ്ടുള്ള എന്തെങ്കിലും, അത് സ്വർണ്ണം കൊണ്ടാകണമെന്നാണ്. സ്വർണ്ണത്തിൻ്റെ ചെറിയ ചെറിയ നൂലുണ്ടാക്കി ഇങ്ങനെ. പിന്നെ അതിൻ്റെ അവർക്ക് കുരിശില്ല. കുരിശിന് പകരം അവർക്ക് ആകപ്പാടെയുള്ള വിശുദ്ധ എംബ്ലമായിട്ട് അവർ വെച്ചിരിക്കുന്നത് ഒരു പൂച്ചയുടെ ഒരു പടമാണ്. അത് സ്വർണ്ണത്തിൽ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിട്ട് അത് ആടണം. ഇത് നടക്കുമ്പോൾ ആടണമെന്ന്. അപ്പം അതനുസരിച്ച് തല ആട്ടാനുള്ള പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഈ DNAയും കൂടെ ഒത്തുകഴിഞ്ഞാൽ അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ച് ഒരാളെ ഈ കോക്രാനിറ്റിയുടെ തലവനായിട്ട് അവരോധിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ രാജാവിനേക്കാൾ വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും രാവിലെ വന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ ഇവിടുത്തെ പോലെ കൈമുത്തല്ല, കാലുമുത്തണം. പക്ഷേ അവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ നമ്മുടെ ബിഷപ്പന്മാരുടെ കൈമുത്തുമ്പം എന്തെങ്കിലും ഒരു കൈമട കൊടുക്കണം. അത് കപ്പ്യാരല്ല കൂടെയുള്ളവർ തിരുമേനി വാങ്ങിക്കത്തില്ല. കൈമുത്തുന്ന തിരുമേനിക്ക് കിട്ടാനുള്ളത് തിരുമേനി വാങ്ങിക്കത്തില്ല. വാങ്ങിച്ചാൽ പാവമാണ്. തിരുമേനി അതിനുള്ള ആളിനെയും കൊണ്ടാണ് വരുന്നത്. അവിടെ അങ്ങനെയല്ല. തിരുമേനി ഒരു പ്രയാസമില്ലാതെ വാങ്ങിക്കും. കാല് മുത്താനുള്ള അപ്പോൾ തിരുമേനിയുടെ ഒരു പരിശീലനം. ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യാനായിട്ടൊരു ഒരു ഫിസിയോ തെറാപ്പിസ്റ്റ് വരും. അദ്ദേഹം ഈ വലതുകാലും ഇടതുകാലും മാറി 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 പൊക്കാനുള്ള ട്രെയിനിങ് കൊടുക്കും. കാരണം എത്രയോ 1000 പേര് വന്ന് കാല് പിടിക്കാനുള്ള, അപ്പോൾ ഇത് പൊക്കി കൊടുക്കണം. ഒരാൾക്ക് വലത്തേക്കാൽ മറ്റേ കാലിടത്തേക്കാൽ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പരിശീലനം അത് വയ്യ കാല് കഴിച്ചെന്ന് പറഞ്ഞാൽ തീർന്നു. അന്നേരം എപ്പോഴാണ് ഇദ്ദേഹത്തിന് കാല് തീരെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നേരം ജോലി പോകും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇതാണ് അവരുടെ ഒരു മതപരമായ ഒരു ദൃശ്യമായിട്ട് ഞാൻ
അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ അങ്ങ് വല്ലാത്തൊരു രോഷവും അമർഷവും. അപ്പം ഞാൻ ഇത് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നോ എനിക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞൊരു ഒറ്റ എഴുന്നേറ്റപ്പോൾ ഞാൻ കട്ടിലേന്ന് ഉരുണ്ട് താഴെ വീണു. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാൻ കണ്ടൊരു പേടി സ്വപ്നമായിരുന്നു, നൈറ്റ് മെയർ ആണെന്ന് അന്നേരം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഏതായാലും അതങ്ങ് പോട്ടെ, അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു മതം ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു ഒരു പ്രത്യാശയിൽ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി. ഞാനീ പറഞ്ഞതും നമ്മുടെ ഇടയിലുള്ള ഒരു കാര്യവുമായി യാതൊരു വിധത്തിലുള്ള സാമ്യമോ ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റോ ഇല്ല നിങ്ങൾക്കറിയാം. ഇത് നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടിത് പേടി സ്വപ്നത്തിൽ മാത്രം നിൽക്കാവുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ ഇതിനകത്ത് ആരും കുറ്റം പറയാനൊക്കത്തില്ല. കാരണം പേടി സ്വപ്നത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിശ്ചയിക്കാൻ ഞാൻ ആളല്ല. അത് കണ്ടു, ഞാൻ പറഞ്ഞു, തീർന്നു. അതോടുകൂടെ തിരശ്ശീല വീണു. എല്ലാവർക്കും നമസ്കാരം.